ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മുടെ റസാക്കിൻ്റെ XYDന് ഞാനൊരു 3 മാസം മുമ്പ് സ്പ്രിങ് മാറ്റി കൊടുത്തായിരുന്നു പരീക്ഷണ അടിസ്ഥാനത്തിൽ. അന്ന് ഞാൻ സ്പ്രിങ് ഇട്ടത് മാരുതിയുടെ ഫ്രണ്ടിൽ വന്ന സ്പ്രിങ്ങാണ് ഇട്ടത്. അപ്പോൾ അതൊരു 3 മാസം ഓടിയിട്ട് റസാക്ക് അതിൻ്റെ വിവരങ്ങൾ പറയും. സുഹൃത്തുക്കളെ, അപ്പോൾ എൻ്റെ വണ്ടി XYD ആണ്. അപ്പോൾ അതിന് 3 മാസം മുമ്പ് നമ്മുടെ മുനീർ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു മാരുതിയുടെ സ്പ്രിങ് ഇട്ട് നോക്കി. അപ്പോൾ നിലവിൽ കമ്പനി തന്നെ സ്പ്രിങ്ങിന് അത്ര ആക്ഷൻ പോരാ, കുറച്ചും കൂടി കംഫർട്ടായിട്ട് നമുക്കൊരു ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സ്പ്രിങ് ഇട്ട് നോക്കി പരീക്ഷണത്തിൽ. പക്ഷേ അത് നമ്മൾ വിചാരിച്ച പോലെ ഇപ്പോൾ 3 മാസമായിട്ട് നമുക്ക് വിചാരിച്ച പോലെ അതിന് നമുക്ക് ഒരു ആക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു പരീക്ഷാടിസ്ഥാനത്തിൽ വീണ്ടും നമ്മൾ വേറൊരു വണ്ടിയുടെ സ്പ്രിങ് ഇട്ട് നോക്കാനുള്ള പരിപാടി ഞങ്ങളിവിടെ തുടങ്ങാൻ പോവുകയാണ്. ആ സ്പ്രിങ് നമ്മൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ മുനീർ പറയുന്നത് ഏത് വണ്ടിയുടെ സ്പ്രിങ് ആണ് ഇടാൻ പോകുന്നത്? മുനീർ, ബജാജിന്റെ XYD 2018 ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിക്ക് ഭയങ്കര ചാട്ടം കൂടിയിട്ട് കമ്പനി തന്നെ അതൊക്കെ റിട്ടേൺ വിളിപ്പിച്ച് അതിൻ്റെ സ്പ്രിങ് മാറ്റി വേറെ സ്പ്രിങ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റസാക്ക് അത് ചേഞ്ച് ചെയ്യാൻ പോയില്ല അല്ലേ? റസാക്ക് ചേഞ്ച് ചെയ്യാൻ പോയില്ല. അപ്പോൾ ഈ സ്പ്രിങ്ങിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ റസാക്ക് വെച്ച് ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ റസാക്ക് പറഞ്ഞ പോലെ ഞാൻ മാരുതിയുടെ സ്പ്രിങ് ഇട്ട് കൊടുത്തു നോക്കി. ഇതാണ് കമ്പനി ആദ്യം ഇറക്കിയ വണ്ടിയുടെ സ്പ്രിങ്. അപ്പോൾ ഇടാൻ പോകുന്ന സ്പ്രിങ് ഈ സ്പ്രിങ്ങാണ്. ഇത് ഈ സ്പ്രിങ് വരുന്നത് ആപ്പയുടെ സ്പ്രിങ്ങാണ്. ആപ്പയുടെ ഫ്രണ്ടിലെ സ്പ്രിങ്ങാണ്. ആപ്പയുടെ ഫ്രണ്ടിലെ സ്പ്രിങ് നമ്മൾ അറ്റൊന്ന് മുറിച്ചിട്ട് സീറ്റിംഗ് ആക്കിയിട്ടാണ് ഒന്ന് ഇടാൻ പോകുന്നത്. ഇത് കമ്പനി സ്പ്രിങ്. അപ്പോൾ ഹൈറ്റിൽ കുറച്ച് ആപ്പയുടെ സ്പ്രിങ് കുറച്ച് ഹൈറ്റ് കുറവാണ്. എന്നാലും നമുക്കൊന്ന് ഇട്ട് നോക്കി പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്ന് ഓടിച്ച് വേറെ നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് സക്സസ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും അഴിച്ചു മാറ്റി നമുക്ക് ഈ സ്പ്രിങ് തന്നെ ഇടേണ്ടി വരും. എന്തായാലും നമുക്ക് ഈ ആപ്പയുടെ സ്പ്രിങ് ഒന്ന് ഇട്ട് നോക്കി ഒന്ന് ഓടിച്ച് നോക്കണം. ഒരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ഓടിച്ച് നോക്കിക്കഴിഞ്ഞ് വല്ല വളവിലും ഒക്കെ വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ്റണം. അല്ലാണ്ട് ആക്ഷനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് തന്നെ നമുക്ക് നിലവിൽ ഇടാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് മാരുതിയുടെ സ്പ്രിങ്ങാണ്. മാരുതിയുടെ സ്പ്രിങ്ങാണ് ഈ വന്നത്. അപ്പോൾ ഇത് അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആപ്പയുടെ ഫ്രണ്ട് സ്പ്രിങ്ങാണ് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ വണ്ടിയിൽ നിന്ന് സ്പ്രിങ്ങൊക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്പ്രിങ്ങാണ് ഇതിൻ്റെ അകത്ത് ആദ്യം ഇട്ടത്. ഈ സ്പ്രിങ്ങാണ് ഇട്ടത്. നമ്മൾ ഈ സ്പ്രിങ് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഓട്ടോയുടെ സ്പ്രിങ്ങൊക്കെ അഴിച്ച് മാറ്റിയപ്പോൾ റസാക്ക് ഓണത്തിൻ്റെ ഇടയ്ക്ക് പൂട്ടച്ചവടം എന്ന പോലെ ബാറ്ററിയിലെ വെള്ളമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം നോക്കാൻ പറ്റിയ ഒരു അവസരമാണ്. അപ്പോൾ റസാക്ക് ആ അവസരം പാഴാക്കാതെ വെള്ളം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ബാറ്ററിയുടെ വെള്ളം. പുതിയ ബാറ്ററിയുടെ ബാറ്ററി വാട്ടർ 6 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്യണം. പിന്നെ ബാറ്ററി പഴകുന്നതിനനുസരിച്ച് 3 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇത് ആപ്പയുടെ പഴയ സ്പ്രിങ് കണ്ട, പുതിയതല്ല, പഴയതാണ് ഇട്ട് നോക്കുന്നത്. അപ്പോൾ പഴയത് ഇതിൻ്റെ അറ്റം കണ്ട ഇവിടെ ഇങ്ങനെ ഈ ഒരു കട്ടിങ് പോലെ വരും. ആ കട്ടിങ്ങിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ കട്ട് ചെയ്യും. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്താലാണ് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വന്ന് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. കണ്ട ഇവിടെ ഇങ്ങനെ കറക്റ്റ് സീറ്റിംഗ് വരുള്ളൂ. മുകളിൽ ഇതുപോലെ തന്നെ ഈ പഴയ പൊസിഷനിൽ തന്നെ മുകളിൽ പിടിപ്പിച്ചാൽ മതി, കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യേണ്ടി വരും. കട്ട് ചെയ്തിട്ട് കറക്റ്റ് സീറ്റിംഗ് ആണ്. ഇനി നമുക്കൊന്ന് പിടിപ്പിച്ച് നോക്കാം.
ഇതിൻ്റെ അകത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വീലിടാം. ആപ്പയുടെ സ്പ്രിങ് ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ആപ്പയുടെ സ്പ്രിങ് ഇട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് സക്സസ് ആവില്ല. എന്ന് വെച്ചാൽ ഈ സ്പ്രിങ്ങിന് വളരെ ആക്ഷൻ കുറവാണ്. എന്ന് വെച്ചാൽ ബോഡിയുടെ വെയിറ്റ് വന്നിട്ട് സ്പ്രിങ്ങിലിരുന്നിട്ട് സ്പ്രിങ് ഇങ്ങനെ താഴ്ന്നു പോയി. അപ്പോൾ അവൻ്റെ ഇവിടുത്തെ ഒരു ബഫർ കട്ടയുണ്ട്. ആ ബഫർ കട്ടേമ വന്നിട്ട് ഇരിക്കുകയാണ്. അത് ആൾ കയറി കഴിയുമ്പോഴും ഒരു ആക്ഷനും കിട്ടില്ല. അത് നമുക്ക് വന്നിങ്ങനെ ജാമായിട്ട് ഇരിക്കുകയുള്ളൂ. സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ആപ്പയുടെ സ്പ്രിങ് കയറ്റൽ എന്തായാലും ഇതിന് നടക്കൂല. ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. സ്പ്രിങ് മാറ്റിയപ്പോൾ ഇതാണ് അവസ്ഥ. കണ്ട ആ ബഫർ കട്ട ഉണ്ട്, റബ്ബറിൻ്റെ ബഫർ കട്ട ആ കയ്യിൽ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവില്ല. ഇതിപ്പോൾ ലോഡും കൂടി കയറി കഴിയുമ്പോൾ ഒട്ടും ആക്ഷൻ കിട്ടാണ്ടാവും. എന്ന് വെച്ചാൽ ആപ്പയുടെ സ്പ്രിങ്ങിന് വളരെ ആക്ഷൻ കുറവാണ്. അതാണ് ആ ബഫർ കട്ട വന്നിട്ട് ആ കയ്യിലിരിക്കുന്നത്. റസാക്ക് ഒന്ന് ആട്ടിയടാ. കണ്ട ആട്ടി ആ ബഫർ കട്ട വന്നിട്ട് ആ കയ്യിൽ ഇടിക്കുകയാണ്. അപ്പോൾ ആക്ഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. ഏതെങ്കിലും കാരണവശാൽ ഇതിന് അനുയോജ്യമായ ഒരു സ്പ്രിങ് കിട്ടിയാൽ അതിൻ്റെ ഒരു വീഡിയോവുമായിട്ട് ഞാൻ വരുന്നതാണ്. ആപ്പയുടെ സ്പ്രിങ് മാറ്റിയുള്ള പരീക്ഷണം എന്തായാലും നമുക്ക് വിജയിക്കാൻ പറ്റിയില്ല. അത് ആ സ്പ്രിങ് ഇട്ടാൽ സക്സസ് ആവുകയില്ല. അപ്പോൾ നമുക്ക് പഴയ കമ്പനിയുടെ പഴയ സ്പ്രിങ് തന്നെ അതിൽ പിടിപ്പിക്കാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.